നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പിളി മെഡിസിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരള PSCയുടെ ഓഗസ്റ്റ് 3 നടക്കാനിരിക്കുന്ന ഒരു പരീക്ഷയാണ് സബ് എഞ്ചിനീയർ ഇൻ LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി വിംഗ് ഓഫ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഇതിലേക്ക് വരുന്ന കാറ്റഗറി നമ്പർ 770/2025 എക്സാം നടക്കാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് 3 അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്ന കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മൊഡ്യൂൾ 1ന് 10 മാർക്കാണുള്ളത്. ഇതിൽ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസവുമാണ്. ഇനി മൊഡ്യൂൾ 2 ആണെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡ്സ്, അതുപോലെ ട്രാൻസിസ്റ്റേഴ്സ്, ഇതുപോലെ ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 10 മാർക്കാണ് വരുന്നത്. മൊഡ്യൂൾ 3 വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, അതുപോലെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ഇത്രയാണ് മൊഡ്യൂൾ 3 വരുന്നത്. ഇനി മൊഡ്യൂൾ 4 വരുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആണ്, അതുപോലെ ഓസിലേറ്റേഴ്സും മൊഡ്യൂൾ 4 വരും. മൊഡ്യൂൾ 5 വരുന്നത് വയറിംഗ് ആക്സസറീസ്, പവർ ഇലക്ട്രോണിക്സ് എന്നിവയാണ്. മൊഡ്യൂൾ 6 വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ലോജിക് ഫാമിലീസും അതിൽ തന്നെ വരും. ഇനി കമ്പ്യൂട്ടറിൻ്റെ വരുന്ന സെമി കണ്ടക്ടർ മെമ്മറിയും അതിലാണ് വരുന്നത്. മൊഡ്യൂൾ 7 വരുന്നത് DC മെഷീൻ, AC മെഷീൻ, അതുപോലെ AC മെഷീൻസ് പറയുമ്പോൾ തന്നെ ഓൾട്ടർനേറ്ററും ഇൻഡക്ഷൻ മോട്ടറും ഒക്കെ വരുന്നുണ്ട്. മൊഡ്യൂൾ 8 വരുന്നത് ടെലിവിഷൻ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതും വരുന്നുണ്ട്. അതുപോലെ മൊഡ്യൂൾ 9 വരുന്നത് മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മൊഡ്യൂൾ 10 വരുന്നത് മൈക്രോ കൺട്രോളർ. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 10 മൊഡ്യൂളിന് ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കിനും 10 മാർക്ക് വീതം വെച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി പറയുവാണെങ്കിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ ഡെഫിനീഷൻസ് ആൻഡ് യൂണിറ്റ്സ്, ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ പ്രോബ്ലം റിലേറ്റഡ് ടു ഓംസ് ലോ, പവർ ആൻഡ് എനർജി, റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ സിമ്പിൾ പ്രോബ്ലം, കിർച്ചോസ് ലോ, KCL ആൻഡ് KVL. അപ്പോൾ നമ്മൾ നേരത്തെ KSCB സബ് എഞ്ചിനീയറിന് പഠിച്ച അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെയും എല്ലാ ടോപ്പിക്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് തന്നെ നിങ്ങൾക്ക് കാണാം. കൂടുതലായിട്ട് പുതിയ ക്ലാസ്സുകളും ചെയ്യുന്നതായിരിക്കും. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ വരുന്നത് ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലം, ലൈറ്റ്നിങ് ഫിനോമിനൻ, potential gradient, dielectrical strength, capacitors in series and parallel, energy stored in a capacitor. ഇനി അടുത്ത് കൂളംസ് ലോ, പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, MMF, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ, ഫ്ലെമിങ്സ് ലോസ്. അടുത്തത് സെമി കണ്ടക്ടർ ഡയോഡ്, എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടേഴ്സ്. അടുത്തത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഡോപ്പിംഗ്, P and N ടൈപ്പ്, മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയർ, PN ജംഗ്ഷൻ, ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറന്റ്, ഡിപ്ലീഷൻ ലെയർ, പൊട്ടൻഷ്യൽ ബാരിയർ, PN ജംഗ്ഷൻ അണ്ടർ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്, ബ്രേക്ക് ഡൗൺ ഓൺ ഡയോഡ്സ്, സെനർ ആൻഡ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ. VI characteristic of PN junction diode, static and dynamic resistance, different types of diodes, power, zener, varactor and tunnel diode, PN junction diode, DC load line analysis, half-wave rectifier, full-wave rectifier, bridge rectifier, capacitor filter circuit, zener diode, regulator circuit. അടുത്ത ട്രാൻസിസ്റ്റേഴ്സ്, common base configuration CB, CE, current relation, collector current in terms of base current and leakage current, input and output characteristics, determination of input and output resistance. ഇനി അടുത്തത് CC, common collector configuration. ഇതിൽ expression of the emitter current in terms of base current and leakage current, comparison of CB, CE and CC, current gain, voltage gain and leakage current. ഇനി ട്രാൻസിസ്റ്റർ ബയാസിംഗ് ടെക്നിക്സ്, DC ലോഡ് ലൈൻ, ഫിക്സിംഗ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്, നീഡ് ഫോർ സ്റ്റെബിലൈസേഷൻ, ഡിഫറെൻറ്റ് ബയാസിംഗ് മെത്തേഡ്സ്,
working of a single stage CE common emitter transistor amplifier. ഇനി JFET, P channel, N channel, FET, comparison with the bipolar transistor, advantages and disadvantages, parameters of JFET, MOSFET types, depletion and enhancement modes, UJT, അതിൻ്റെ VI characteristics, SMD, type of optoelectronic devices, photoresistor, photodiode, phototransistor, photovoltaic cell, LED, LCD, optocoupler, power electronics. പവർ ഇലക്ട്രോണിക്സിൽ തന്നെ UJT, FET, പ്രിൻസിപ്പിൾ ആൻഡ് ഓപ്പറേഷൻ ഓഫ് JFET, പാരാമീറ്റേഴ്സ് ഓഫ് JFET, MOSFET, ഡിപ്ലീഷൻ MOSFET, എൻഹാൻസ്മെൻറ്റ് MOSFET, ഡിഫറൻസ് ബിറ്റ്വീൻ JFET ആൻഡ് MOSFET, SCR, ഡയാക്, ട്രയാക്, UJT, ഡിഫറെൻറ്റ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്. അപ്പോൾ ഇത് കൂടാതെ പവർ ഇലക്ട്രോണിക്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും കിടപ്പുണ്ട്, ഇവിടെയും കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ DC മോട്ടോർ ഡ്രൈവ്, LVDT, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്, SCR, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജി, SMD, അഡ്വാൻറ്റേജസ്. പലയിടത്തും ഇത് മിക്സപ്പ് ആയിട്ട് വരുന്നുണ്ട് സിലബസ്. പവർ സപ്ലൈ, വോൾട്ടേജ് റെഗുലേഷൻ, ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ പവർ സപ്ലൈ, പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, കറണ്ട് ലിമിറ്റിംഗ്, ഫോൾഡ് ബാക്ക് ലിമിറ്റിംഗ്, SMPS, UPS, ഡിഫറെൻറ്റ് ടൈപ്പ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അടുത്തത് ഫണ്ടമെൻ്റൽസ് ഓഫ് AC സിസ്റ്റം, മൊഡ്യൂൾ 3. ജനറേഷൻ ഓഫ് ദ AC വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് ദ വോൾട്ടേജ്, ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, equations and related simple problem, AC through resistance, inductance and capacitance, star and delta connection in three-phase AC system, line and phase relationship in star and delta system. അടുത്തത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്, ഇലക്ട്രിക് ഷോക്ക് റിക്വയർമെൻറ്റ് ഫോർ അവോയ്ഡിംഗ് ദ ഷോക്ക്, ഫസ്റ്റ് എയ്ഡ്, ഇൻസ്റ്റലേഷൻ, care and maintenance of batteries and solar cell, determination of total number of cells required for a given power requirement. ഇനി അടുത്ത മൊഡ്യൂൾ 4, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, പാരാമീറ്റേഴ്സ് ഓഫ് ഒപാംപ്, വെർച്വൽ ഗ്രൗണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, CMRR, സ്ലൂ റേറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ആൻഡ് ആക്ച്വൽ ഒപാംപ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, കമ്പാരേറ്റർ, ഡിഫറൻസ് ആംപ്ലിഫയർ, സമ്മിംഗ് ആംപ്ലിഫയർ, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ, ഷ്മിറ്റ് ട്രിഗർ, വിൻഡോ ഡിറ്റക്ടർ, ലോഗരിതമിക് ആംപ്ലിഫയർ, anti-log amplifier, instrumentation amplifier, DAC and ADC, R2R ladder type, D2A converter, counter type, dual slope integration and successive approximation type ADC, flash ADC, half wave and full wave precision rectifier, active filters, LPF, HPF, BPF, RC phase shift and Wien bridge oscillator, astable and monostable multivibrator, triangular wave generator, PLL principle of operation, lock range, capture range, applications of PLL, VCO, LM566, timer, IC555 timer, working principle, monostable, astable multivibrator using 555. Oscillator, Barkhausian criterion for oscillation, working of RC oscillator, RC phase shift oscillator and Wien bridge oscillator, LC oscillator, Hartley and Colpit oscillator, crystal oscillator, multivibrator, bistable multivibrator, synchronous and asynchronous methods of triggering, monostable multivibrator using transistor, triggering methods of monostable multivibrator, operations of astable multivibrator using transistor, operation of Schmidt trigger circuit, UTP and LTP. ഇനി മൊഡ്യൂൾ 5 വരുന്നത് വയറിംഗ് ആക്സസറീസ്, വേരിയസ് വയറിംഗ് സിസ്റ്റംസ്, വയേഴ്സ്, സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് മൾട്ടി സ്ട്രാൻഡ്, കറണ്ട് റേറ്റിംഗ്, ഫ്യൂസസ്, കാട്രിഡ്ജ് ആൻഡ് HRC, സ്വിച്ചസ്, SPST, SPDT, TPTT, ICDP, ICTP,
toggle switch, limit switch, safety devices, MCB, ELCB, RCCB, electrical illumination, earthing, pipe and plate earthing. ഇനി പവർ ഇലക്ട്രോണിക്സ് കുറച്ചുകൂടി പോർഷൻസ് വരുന്നുണ്ട്. അത് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽട്ടർ, UJT റിലാക്സേഷൻ ഓസിലേറ്റർ, FET, JFET, TRIAC, DIAC, IGBT, SCR, operation and maintenance of inverter, regulated DC power supply, battery charger, UPS. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അതാണ് മൊഡ്യൂൾ 6. അതിലെ നമ്പർ സിസ്റ്റം, ഡെസിമൽ, ബൈനറി, കൺവേർട്ടിംഗ് ഡെസിമൽ ടു ബൈനറി, hexadecimal number system, converting binary to hexadecimal, hexadecimal to binary, അങ്ങനെയുള്ള എല്ലാ കൺവേർഷൻസും പഠിക്കണം. കൺവേർട്ടിംഗ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, അടുത്ത ഒക്ടൽ നമ്പർ, ബൈനറി ടു ഒക്ടൽ, ഡെസിമൽ, അതുപോലെ ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ സിസ്റ്റം, ഇതെല്ലാം തിരിച്ചും മറിച്ചും കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ഗ്രേ കോഡ്, BCD കോഡ്. അടുത്തത് ബൂളിയൻ ഓൾജിബ്ര, സ്വിച്ചിങ് ആൻഡ് ലോജിക് ലെവൽ, ബൂളിയൻ ആൾജിബ്ര തിയറം, ഡി മോർഗൻ തിയറം, ലോജിക് ഗേറ്റ്സ്, നോട്ട്, ആൻഡ്, ഓർ, സോർ, എക്സോർ, നാൻഡ്, നോർ, എക്സ് നോർ. ഇനി ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഗേറ്റഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, JS ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റർ, മൈക്രോ കൺട്രോളർ 8051 ആർക്കിടെക്ചർ, ഫീച്ചേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റർ. അടുത്ത ലോജിക് ഫാമിലീസ്, SSI, MSI, LSI, VLSI ആൻഡ് ULSI, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലോജിക്, TTL ആൻഡ് ഷോർട്ട് കീ TTL, TTL ഇൻവെർട്ടർ, എമിറ്റർ കപ്പിൾഡ് ലോജിക്, CMOS ലോജിക് ഫാമിലി, ഫീച്ചേഴ്സ് ഓഫ് CMOS ലോജിക് ഗെയിൻ, VIL, VH, VOL, VOH, നോയിസ് മാർജിൻ, നോയിസ് ഇമ്മ്യൂണിറ്റി, propagation delay, current sourcing and current sinking, fan in, fan out, power dissipation. അടുത്ത സെമി കണ്ടക്ടർ മെമ്മറിയിൽ റോം, റാം, വർക്കിംഗ് ഓഫ് റോം, വർക്കിംഗ് ഓഫ് ഡൈനാമിക് മെമ്മറി, സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം, ഫ്ലാഷ് റോം, NV റാം, ഇതൊക്കെ പെട്ടെന്ന് തീർക്കാവുന്ന ടോപ്പിക്സ് ആണ്. SD റാം, EDO റാം, സെക്കൻഡറി മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, മാഗ്നറ്റിക് ബബിൾ മെമ്മറി. അടുത്തത് DC മെഷീൻ, DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, EMF ഇക്വേഷൻ, ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്, ക്യാരക്ടറിസ്റ്റിക്, സിമ്പിൾ പ്രോബ്ലം. DC മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ടൈപ്പ്, EMF ഇക്വേഷൻ, ടോർക്കിൻ്റെ സിമ്പിൾ പ്രോബ്ലം, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, MG മോട്ടോർ ജനറേറ്റർ, സെറ്റ്. അടുത്തത് AC മെഷീൻ, അതിൽ ട്രാൻസ്ഫോമർ ഫസ്റ്റ്, കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, ടൈപ്സ്, EMF ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലം. അടുത്ത 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, ടൈപ്പ്, സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി, പവർ സ്റ്റേജസ്, സ്പീഡ് കൺട്രോൾ, 3 ഫേസ് മോട്ടോർ, സ്റ്റാർട്ടർ. അടുത്ത ഓൾട്ടർനേറ്റർ, കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, EMF ഇക്വേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, AC സീരീസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. അടുത്ത മൊഡ്യൂൾ 8 ടെലിവിഷൻ, ലൂമിനൻസ്, chrominance, compatibility, additive and subtractive mixing of the color TV camera, working, delta gun, Trinitron color picture tube, basic color TV system, NTSC, SECAM and PAL, advantages and disadvantages of one over the other, PAL decoder, frequency interleaving, PAL D color TV receiver, AFT color encoder, color killer, color control, HD TV, digital TV, NTSC, PAL, SECAM modes of transmission, satellite TV receiving system, antenna, LNA, LNB, FEC, digital satellite receiver, CCTV, MATV, CATV system, video recording, VHS, U-matic form, VCD, DVD, MPEG. അടുത്തത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, EM wave, propagation of EM wave, electromagnetic wave, modulation, amplitude, frequency, phase modulation. AM detection, FM detection, super heterodyne receiver system, bandwidth requirement, PAM, PCM, ASK, FSK, BPSK, QPSK, offset PSK, BFSK, MSK. Noise in communication system, different types of noise, signal to noise ratio, methods to improve signal to noise ratio.
അടുത്ത ആൻറ്റിന, ഫിസിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് റേഡിയേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, റേഡിയേഷൻ പാറ്റേൺ, പോയിന്റ് സോഴ്സ്, ഗെയിൻ, പവർ ഗെയിൻ, ഡയറക്ടിവിറ്റി, അപ്പറേച്ചർ, എഫക്റ്റീവ് ഏരിയ, റേഡിയേഷൻ പാറ്റേൺ, ബീം വിഡ്ത്ത്, റേഡിയേഷൻ ആംഗിൾ, റേഡിയേഷൻ റെസിസ്റ്റൻസ്. Types of antennas: half-wave dipole, folded dipole, Yagi-Uda, Marconi, rhombic antenna, parabolic, antenna array, end fine array and broadside antenna. അടുത്ത Module 9, Measurements and Measuring Instrument. Various types of electrical measuring instrument: voltmeter, ammeter, energy meter, wattmeter, single phase and three phase power measurement, measurement of resistance, inductance and capacitance, power factor meter, synchroscope, TOD meter, CRO, insulation measure and earth measure, multimeter, CT and PT. ഇനി ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അനലോഗ് ഡിജിറ്റൽ മീറ്റർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ക്യൂ മീറ്റർ, CRO, സിഗ്നൽ ജനറേറ്റർ, റെക്കോർഡർ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ മീറ്റർ, ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം. അടുത്ത മൊഡ്യൂൾ 10, മൈക്രോ കൺട്രോളർ. ആർക്കിടെക്ചർ ഓഫ് 8051, മെമ്മറി ഓർഗനൈസേഷൻ, പ്രോഗ്രാം മെമ്മറി, ഡേറ്റ മെമ്മറി, ഇന്റേണൽ റാം, ബി രജിസ്റ്റർ, അക്യുമുലേറ്റർ രജിസ്റ്റർ, ബാങ്ക്, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ, program status word, flag, architecture of port, timer counter, different modes, serial communication port, different modes, SBUF, interrupt, external ROM and RAM, interfacing, addressing modes. ഇത്രയാണ് 10 മൊഡ്യൂളിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. അപ്പോൾ ഇതിൻ്റെ കുറേ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു ടോപ്പിക് വൈസായിട്ട് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഓരോ ടോപ്പിക് വൈസായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.